നമ്മളിപ്പം വന്നെത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ആമപ്പാറയിലേക്കുള്ള റോട്ടിലാണ്. ആ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അപകടകരമായ ഗുണ കേവിനേക്കാൾ കഷ്ടമാണ് ആ കാഴ്ച. പാറയിടുക്കിലെ വലിയ ഗുഹയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കഴിഞ്ഞ ദിവസം പെയ്ത കാലവർഷ മഴയിൽ കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽ മണ്ണ് ഒലിച്ചുപോയപ്പോൾ രൂപപ്പെട്ട കോൺക്രീറ്റ് റോഡിനടിയിലെ 10 അടിയോളം ആഴത്തിലുള്ള കിടങ്ങാണ്. ഇടുക്കി കോമ്പയാറിൽ നിന്നും ആമപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് പാളി മാത്രമാണ് ബാക്കിയുള്ളത്. മഞ്ചനമെട്ട് ഭാഗത്ത് താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളും അതുപോലെ തന്നെ 100 കണക്കിന് ടൂറിസ്റ്റുകളും കാൽനടയായിട്ടും ബൈക്കിലും പൊയ്ക്കൊണ്ടിരുന്ന റോഡാണ്. അത് ഈ തരത്തിൽ മഴവെള്ളപ്പാച്ചിലിൽ ഈ തരത്തിൽ തകർന്ന ഒരവസ്ഥയാണ്. ഏറ്റവും അടിയന്തരമായിട്ട് ഈ റോഡ് ശരിയാക്കി തരണമെന്നാണ് നമുക്ക് അധികാരികളോടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. പഞ്ചായത്തിൻ്റെ തുച്ഛമായ ഫണ്ട് ഒരു 10-15 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആകില്ല. കോമ്പമുക്കിൽ നിന്നും ആമപ്പാറ വരെ 1.25 കിലോമീറ്റർ, കൃത്യം 1.25 കിലോമീറ്റർ റോഡാണ്. മുൻപ് ഇത് റീബിൽഡ് കേരളായി പെടുത്തി അനുവദിച്ചതാണ്, ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമാണ് അത് മാറിപ്പോയത്. അതുകൊണ്ട് ഈ 30 കുടുംബങ്ങളും അതുപോലെ തന്നെ ആമപ്പാറ ടൂറിസത്തിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ട് ഈ റോഡ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. റോഡ് തകർന്നതോടെ 30ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. വളരെ ദയനീയ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെട്ട് ഞങ്ങളുടെ റോഡ് നന്നാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും ഒരു തരത്തിലും ഇതിൽ യാത്ര ചെയ്യാനും പിള്ളേർക്കും വൃദ്ധർക്കും ആർക്കും പോകാനോ യാതൊരുവിധ മാർഗവും ഇല്ല ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോകാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ഈ റോഡ് നന്നാക്കി തരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. നിലവിലിപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് നാട്ടുകാർ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. ഞങ്ങൾ ഈ ആമപ്പാറയിൽ താമസിക്കുന്ന ഒരു 10-30 കുടുംബാംഗങ്ങളുണ്ട്. ഞങ്ങൾ ഈ വഴിയാണ് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വഴി ഇങ്ങനെ പോയി കിടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു 6 കിലോമീറ്റർ ചുറ്റിയാണ് വീട്ടിലെത്താൻ സാധിക്കുന്നത്. റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ ഇനി ലക്ഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സർക്കാർ ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ പുനർനിർമ്മാണം നടക്കൂ. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ റോഡിന്റെ ബാക്കി ഭാഗവും തകരാനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയൊരു മഴ കൂടി ശക്തമായി കഴിഞ്ഞാൽ ഈ റോഡ് പൂർണ്ണമായി ഇല്ലാതാകും. സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത് പുനർനിർമ്മിക്കുവാൻ കഴിയൂ. ഈ റോഡ് പുനർനിർമ്മിച്ചാൽ ആമപ്പാറ ടൂറിസം പദ്ധതിക്കാണ് ഏറ്റവും ഗുണകരമാവുക. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.